ഒന്ന് ആലോചിച്ചു നോക്കൂ, പണം എന്നൊരു സങ്കല്പമേ ഇല്ലാതിരുന്നൊരു കാലം. സ്വർണമോ നോട്ടുകളോ ഇന്നത്തെ ഡിജിറ്റൽ പണമോ ഒന്നുമില്ലാത്തൊരു കാലം. അങ്ങനൊരു കാലത്ത് നമ്മുടെ ഈ ഭൂമിയിൽ വളരെ കൃത്യമായ ഒരു തകരാറുമില്ലാത്തൊരു സമ്പദ്വ്യവസ്ഥ നിലനിന്നിരുന്നു. അന്ന് ബാങ്കുകളുണ്ടായിരുന്നില്ല, ഗവൺമെന്റുകളുമില്ല, ഇടപാടുകളൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്നിട്ടും എങ്ങനെയാ ജീവൻ ഇത്ര താളത്തോടെ തഴച്ചു വളർന്നത്? കാരണം വളരെ ലളിതമാണ്. പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ജീവന് നിലനിൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കൈമാറ്റ വ്യവസ്ഥ. അപ്പോ എന്തായിരുന്നു അത്? എന്തായിരുന്നു ആ ഒരു സമ്പദ് വ്യവസ്ഥ? അതിൻ്റെ ഒരു കാതൽ എന്തായിരുന്നു? ശരി, നമുക്കതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ സംസാരിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നിനെക്കുറിച്ചല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങളായി ഇവിടെ ഉണ്ടായിരുന്ന ഒരു താളത്തെക്കുറിച്ചാണ്. ഈ ഭൂമിയിലെ ഓരോ ജീവനും ഒന്നിനെപ്പോലും വേർതിരിക്കാതെ ഒരുപോലെ നിലനിർത്തിയ ഒരു മഹാശക്തി. ആ സമ്പദ്വ്യവസ്ഥയുടെ മൂല്യം, അതിന്റെ നാണയം എന്തായിരുന്നു എന്നറിയാമോ? അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു സ്വർണമോ വെള്ളിയോ ഒന്നും ആയിരുന്നില്ല. അല്ല, അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായൊരൊന്നായിരുന്നു അത്. അത് മറ്റൊന്നുമായിരുന്നില്ല, അത് നമ്മുടെ ശ്വാസമായിരുന്നു. അതെ, നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ്, ഈ ഭൂമിയിലെ ജീവന്റെ ഓരോ തുടിപ്പിനും കാരണമായ ആ ഒരു കൈമാറ്റം, നമ്മുടെയെല്ലാം ശ്വാസം. അപ്പോ ഇതൊരു വളരെ ലളിതമായ ഒരു സർക്യുലർ ഇക്കോണമി പോലെയായിരുന്നു. സസ്യങ്ങൾ എന്തു ചെയ്യും? അവ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് പകരം നമുക്ക് വേണ്ട ഓക്സിജൻ, അതായത് നമ്മുടെ ജീവവായു പുറത്തുവിടും. നമ്മളോ, മൃഗങ്ങളും മനുഷ്യരും ആ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, എന്നിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. പക്ഷെ നോക്കൂ, അതൊരു വേസ്റ്റ് ആയിരുന്നില്ല. അതായിരുന്നു ആ ജീവന്റെ ചക്രത്തിലെ അടുത്തൊരു കണ്ണി. സത്യം പറഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ബാലൻസ് ആയിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഒരു തടസ്സവുമില്ലാതെ ഈയൊരു താളം അങ്ങനെ തുടർന്നുപോയി. ഭൂമിയുടെ ഈ സമ്പദ്വ്യവസ്ഥയുടെ കാവൽക്കാരായിട്ട് അന്ന് വനങ്ങൾ നിലകൊണ്ടു. പക്ഷേ പതിയെ പതിയെ മനുഷ്യൻ വന്നതോടെ കാര്യങ്ങൾ മാറി. ആ മനോഹരമായ താളം അത് പതിയെ നഷ്ടപ്പെടാൻ തുടങ്ങി. കോടിക്കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്ന ആ ബാലൻസ് അതിന് ഇളക്കം തട്ടാൻ തുടങ്ങി. ഏകദേശം ഒരു 200 വർഷം മുൻപാണ് കാര്യങ്ങൾ വഷളായത്. വ്യാവസായിക വിപ്ലവം വന്നതോടെ ആ പഴയ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് നമ്മളൊടിച്ചു. പ്രകൃതിക്ക് താങ്ങാൻ പറ്റുന്നതിലും എത്രയോ വേഗത്തിൽ നമ്മൾ കാർബൺ പുറന്തള്ളാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ സമ്പൂർണമായ സന്തുലിതാവസ്ഥയിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഈ വലിയ അസന്തുലിതാവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പുകുത്തി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരൊറ്റ മരത്തിന് ഒരു വർഷം ഏകദേശം 25 കിലോ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കാൻ പറ്റും. വെറും ഒരൊറ്റ മരത്തിന്. അപ്പോൾ നമ്മൾ ഓരോ മരം വെട്ടിമാറ്റുമ്പോഴും എന്താ സംഭവിക്കുന്നത്? പ്രകൃതിയുടെ ഒരു കാർബൺ ബാങ്ക് അത് നമ്മൾ എന്നേക്കുമായി അടച്ചുപൂട്ടുകയാണ്. ഇതിൻ്റെ ഒരു ഫലം എന്താണെന്നറിയോ? അത് നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ പഴയ സമ്പദ്വ്യവസ്ഥ തകർന്നതിൻ്റെ നേരിട്ടുള്ള പ്രത്യാഘാതമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ ആഗോളതാപനവും ഈ കാലാവസ്ഥാ വ്യതിയാനവുമൊക്കെ. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതരുത്. ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഭൂമിയുടെ ആ പഴയ സമ്പത്ത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. ഒരു പുതിയ സമ്പദ് വ്യവസ്ഥയ്ക്ക്, അതിൻ്റെ പിറവിക്ക് നമുക്കോരോരുത്തർക്കും കാരണക്കാരാവാം. അപ്പോ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: എങ്ങനെ നമുക്ക് ആ പഴയ പുരാതനമായ താളത്തിലേക്ക് തിരികെ പോകാൻ പറ്റും? ആ നഷ്ടപ്പെട്ടുപോയ ബാലൻസ് നമുക്ക് എങ്ങനെ വീണ്ടെടുക്കാം? അതിൻ്റെ വഴി നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. വളരെ ലളിതമായ 3 സ്റ്റെപ്പുകൾ. 1, ഒരു മരം നടുക. 2, അതിനെ ഡിജിറ്റലായി ടാഗ് ചെയ്യുക. അതായത് ഓരോ മരത്തിനും ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി കൊടുത്ത് അതിൻ്റെ വളർച്ച നമ്മൾക്ക് നിരീക്ഷിക്കാം. 3, അങ്ങനെ ഒരുമിച്ച് നമുക്കൊരു ചെറിയ കാട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സത്യത്തിൽ ഒരു പുതിയ കാർബൺ സമ്പദ് വ്യവസ്ഥയുടെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഓരോ കാര്യത്തിനും വ്യക്തമായൊരു മൂല്യമുണ്ടാകും. അതായത് മരങ്ങൾ നടുന്നത് വെറുമൊരു നല്ല കാര്യം മാത്രമല്ല, അത് ഭാവിക്കു വേണ്ടിയുള്ള ഒരു യഥാർത്ഥ നിക്ഷേപമായിട്ട് തന്നെ മാറും. കാരണം ഒരു മരമെന്ന് പറയുന്നത് വെറുതെ കാർബൺ കുറയ്ക്കാൻ മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അത് നമുക്ക് ശ്വാസമെടുക്കാനുള്ള ഓക്സിജൻ തരുന്നു, എത്രയോ ജീവികൾക്ക് വീടും തണലുമേകുന്നു, വെള്ളം സംരക്ഷിക്കുന്നു, നമ്മുടെ ഭൂമിയെ തണുപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതൊരു മൂല്യങ്ങളുടെ ഒരു ലോകം തന്നെയാണ്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ പുതിയ കഥയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഇത് ഏതെങ്കിലും ഒരാളുടെ ഉത്തരവാദിത്തമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട ഒന്നാണ്. ഇതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് മിനി വനങ്ങൾ. എന്താണെന്ന് വെച്ചാൽ അവ സാധാരണ കാടുകളേക്കാൾ ഏകദേശം 10 ഇരട്ടി വേഗത്തിൽ വളരും. അതുകൊണ്ടുതന്നെ കൂടുതൽ കാർബൺ വലിച്ചെടുക്കും, നമ്മുടെ ജൈവ വൈവിധ്യം തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. ഏറ്റവും നല്ല കാര്യം എന്താണെന്നാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. മൈട്രീ പോലുള്ള പുതിയ സംരംഭങ്ങൾ ഇതിനൊരു അവസരമൊരുക്കുന്നുണ്ട്. അതായത്
ഓരോരുത്തർക്കും ഈ വലിയൊരു മുന്നേറ്റത്തിൽ പങ്കാളികളാവാൻ പറ്റും. നമ്മൾ നടുന്ന ഓരോ മരവും ഡിജിറ്റലായി ടാഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സംഭാവന എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. അങ്ങനെ ഓരോ മരത്തിനും അതിൻ്റേതായൊരു കഥയുണ്ടാകും. നിങ്ങളുടെ കഥ. അതായത് നിങ്ങളൊരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ, അതിനെ ടാഗ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഈ ഭൂമിയുടെ ഭാവിയിൽ ഒരു ഷെയർ ഹോൾഡറായി മാറുകയാണ്. ഈ ഭൂമിയുടെ ആരോഗ്യത്തിലും നിലനിൽപ്പിലും നിങ്ങൾക്കും ഒരു പങ്കാളിത്തമുണ്ടാകുന്നു. അപ്പോൾ അവസാനമായി എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ താളം വീണ്ടെടുക്കാൻ, നമ്മുടെ ഈ ഭൂമിയുടെ പുതിയ പ്രതീക്ഷകൾ നിറഞ്ഞൊരു കഥ എഴുതാൻ നിങ്ങൾ തയ്യാറാണോ?